ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ വ്ളോഗാണ്. ഇതിൽ നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് പുറത്തു പോയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇതിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് അങ്ങനെ രാവിലെ തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കലില്ല. കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കൽ. എല്ലാവരും എഴുന്നേൽക്കാനും ലേറ്റാവും. ഇക്കാക്ക് എവിടെയെങ്കിലും പോകാൻ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് പോകാനുണ്ടെങ്കിൽ മാത്രമേ രാവിലെ ഉണ്ടാക്കലുള്ളൂ. അല്ലെങ്കിൽ ഒരു 9 മണി 10 മണിയെല്ലാം ആകുമ്പോഴേ പോയല്ലോ. അപ്പോൾ ഇതൊരു 7:30 8 മണിയായ സമയത്ത് ഞാൻ ചായ വെക്കലാന്ന്. അപ്പോൾ ഇവിടെ രാവിലത്തെ ചായ എനിക്കും ഇക്കാക്കും മാത്രമേ നിർബന്ധമുള്ളൂ. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുട്ടികൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല ചായ. പിന്നെ ചായൻ്റെ കൂടെ ഞാൻ ഒരു മുട്ട കഴിക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനത്തെ എല്ലാം കഴിച്ച് പോകും. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നില്ല. പിന്നെ നല്ലതാണ് ഒരു മുട്ട രാവിലെ കഴിക്കുന്നത്. 1 2 കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഡോക്ടറിൻ്റെ വീഡിയോയിൽ കണ്ടതാണ്, നമ്മൾ രാവിലെ തന്നെ അധികവും അരി ആഹാരമല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും രാവിലെ ഒന്ന് കഴിച്ചാൽ ആ ഒരു കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടെ കഴിക്കുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ എനിക്കങ്ങനെ ഒരുപാട് വെയിറ്റ് കൂടുന്നതും പറ്റില്ല. എൻ്റെയൊക്കെ ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് പരമാവധി കുറക്കാനാണ് ഞാൻ നോക്കൽ. പിന്നെ ഞാനങ്ങനെ ഒരുപാട് തടിയുള്ള ആളല്ല, നല്ലോണം മെലിഞ്ഞിട്ടുമല്ല, ഒരുപാട് തടിച്ചിട്ടുമല്ല, അങ്ങനെ ഒരു മീഡിയം ആണ്. അതിന് ശേഷം അയക്കുകയും ചായ കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ അന്ന് മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടായിന്. ഇത് വീട്ടിൽ തന്നെ പിടിച്ചതാണ്, ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മ തന്നതാണ്. അപ്പോൾ അത് വേവിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ ആവിയിൽ വേവിച്ചതാണ്. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കലുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ആവിയിൽ ഒന്നും ഇടൂല കേട്ടോ, ഉപ്പോ ഒന്നും ഇടാതെ തന്നെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. മധുരക്കിഴങ്ങ് ഇവിടെ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. ആദ്യമെല്ലാം മുട്ട കഴിക്കലുണ്ട്, ഇപ്പം മുട്ട ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് രാവിലത്തെ ചായൻ്റെ കൂടെ പുഴുങ്ങലുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇക്കാക്ക് എവിടെയും ഒന്ന് പോകാനില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലേറ്റായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്, ആൽഫ്രഡോ ചിക്കൻ പാസ്ത. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായി, അതിൽ റെസിപ്പി പറയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും എന്നോട് കുറച്ച് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കലെന്ന്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് ചിക്കന് ഇട്ടിട്ടും ഉണ്ടാക്കുക, ചിക്കൻ ഇടാതെ ഉണ്ടാക്കുക, രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കനും കൂടി ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ചിക്കൻ്റെയും കൂടെ കിട്ടുന്നേ ഉള്ളൂ. ചിക്കൻ വേണം നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാസ്തക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു പാക്കറ്റിന് ഉണ്ടാക്കുന്ന ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിന്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിന്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ബോൺലെസ് ആയതുകൊണ്ടും പിന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് കിട്ടും കേട്ടോ. ഇത് അരമണിക്കൂർ കൊണ്ടെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികളെല്ലാം ഉള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. വലിയവർക്ക് അങ്ങനെ കൊളസ്ട്രോൾ അങ്ങനത്തെ കൊഴുപ്പ് കൂടിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കെല്ലാം നല്ല തന്നെയാണ്. ഇതിൽ പാല്, ചീസ്, ഫ്രഷ് ക്രീം എല്ലാം ഇടുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കി എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ആകുന്ന ടൈമിൽ ഞാൻ പാസ്ത വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടാൻ വെച്ചിന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നാലേ പാസ്തയിലേക്ക് നല്ലോണം പിടിച്ച് കിട്ടും. ഇനി പാസ്ത തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ 2 പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എത്ര ഗ്രാം എന്നുള്ളത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ പാസ്ത കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കും. ഇത് ഇക്കാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരുവിധം ഇങ്ങനത്തെ ഫുഡൊന്നും ഇക്കാക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ പാസ്ത നല്ല ഇഷ്ടമാണ്. മക്രോണിയും ഇഷ്ടമാണ്. പിന്നെ ഈ നൂഡിൽസ് അതൊന്നും ഇഷ്ടമല്ല, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. പാസ്ത കുക്കായിട്ട് വരാൻ ഒരു 10-12 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് ഉണ്ടാവും കേട്ടോ, ഓരോ സ്ഥലത്ത് കിട്ടുന്ന പാസ്തക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം.
ഞാനിപ്പോൾ പാസ്ത കുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. ഇത് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഒരു പാക്കറ്റിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അന്ന് ലഞ്ച് ഉണ്ടാക്കാത്തത് കൊണ്ട് കുറച്ചധികം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇവിടെ അങ്ങനെ ചോറ് വലിയ ഇഷ്ടമൊന്നുമല്ല. നെയ്ച്ചോറ്, ബിരിയാണി, മന്തി അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. സാധാ ചോറ് കഴിക്കും. ഇങ്ങനെ ഒരു 3-4 തരം കറിയെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചേ കഴിക്കും. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ ഞായറാഴ്ച, വെള്ളിയാഴ്ച എല്ലാം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസാണ് ഉണ്ടാക്കൽ. അല്ലാത്ത ദിവസം സാധാ ചോറ് തന്നെ ഉണ്ടാക്കൽ. ഇതിപ്പോൾ ആ ഒരു ടൈമിൽ പാസ്ത വെന്തിനോ നോക്കിയതാണ്. അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ടായിന്. ഇനി നേരത്തെ ഒഴിച്ചു കൊടുത്ത ബട്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ലോണം വെളുത്തുള്ളി ബട്ടറിലൊന്ന് കുറച്ച് സോട്ട് ചെയ്തിട്ട് നല്ലൊരു വെളുത്തുള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഞാനിതിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഫ്രഷ് ക്രീം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് സോസും കുറച്ച് ഫ്രഷ് ക്രീമും ആയിട്ടാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ മൈദ 2 മിനിറ്റ് ഇതുപോലെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 6 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു പാക്കറ്റിനാണ് ചേർക്കുന്നതാണെങ്കിൽ 3 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 6 കപ്പ് പാലെടുക്കുമ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിന്. 3 കപ്പ് പാലാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിന്. അങ്ങനെയാണ് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കൽ. ഇപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. മൈദ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി അതേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ചിക്കൻ ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ചേർക്കണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ബോൺലെസ് ചിക്കനാണ് നല്ലത്. പിന്നെ ഇത് ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ബീഫിലും ഉണ്ടാക്കലുണ്ട്. എൻ്റെ ഒരു പാർട്ടി വീഡിയോയിൽ ഞാൻ ബീഫിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൽ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബീഫിലും ചെയ്യാൻ പറ്റും കേട്ടോ. രാവിലെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടാവും ചെയ്യും. ഇതിപ്പോൾ പാസ്ത നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 12 മിനിറ്റ് എന്തായാലും എടുക്കും. ഇതുപോലെ നല്ലോണം കുക്കായിട്ട് തന്നെ വരണം. ഒന്ന് കഴിച്ച് നോക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ച് നോക്കിയാലും മതി. പാസ്ത കുക്കായാൽ ഇതുപോലെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുക്കുക. ഒരു അരപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഡിന്നറായിട്ടും രാത്രിയിലത്തെ ഫുഡായിട്ടും ഉണ്ടാക്കുക. രാത്രി കറിയും ഫുഡും എല്ലാം ഉണ്ടാക്കാൻ മടിയില്ല സമയത്തെല്ലാം ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതാണ് ഇഷ്ടമുണ്ടെങ്കിൽ. ഇതിപ്പോൾ പാല് നല്ലോണം കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ പാല് ചേർത്തത് ചെറുതായിട്ട് കുറുകി ഒന്നിങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 പാക്കറ്റ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു പാക്കറ്റ് പാസ്തയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 പാക്കറ്റ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. 3 കപ്പ് പാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വെറും പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 4 കപ്പ് പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ മൈദയിൽ 4 കപ്പ് പാൽ ചേർത്തിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കിയാലും മതി. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ടേസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ. ഫ്രഷ് ക്രീം ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രഷ് ക്രീം ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും കുറേ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ മൊത്തത്തിൽ പാസ്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാസ്ത നേരത്തെ വേവിച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേവിച്ച് വെക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടും ഒരേ ടൈമിലാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. എന്ന് വെച്ചാൽ ആ ചൂടോടെ തന്നെ പാസ്ത ഇട്ട് കൊടുത്താൽ ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നേരത്തെ പാസ്തയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിന്, വൈറ്റ് സോസിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാസ്ത നല്ലൊരു റിച്ചും ക്രീമിയും ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്തയിൽ ചേർക്കുന്ന ചീസ് പാർമസൻ ചീസാണ്. അത് ഇവിടെ ഒന്നും അങ്ങനെ കിട്ടൂല. അതില്ലാത്തവർക്ക് സ്ലൈസ് ചീസ് ചേർത്താലും മതി, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മോസറല്ല ചീസ് ചേർക്കുന്നത് അത്ര നല്ലതല്ല എന്ന്
ഞാൻ കുറച്ച് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ടേസ്റ്റ് നല്ല വ്യത്യാസം വരും. അപ്പോൾ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ ഇതന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് 5-6 ചീസ് ചേർത്ത് കൊടുത്തിന്. ചീസ് ചേർത്ത് കൊടുത്ത പാടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചൂടായാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ റെഡ് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാസ്തക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഒറിഗാനോ ഇട്ടാൽ. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് നേരത്തെ ചിക്കനിൽ മാത്രമാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന്. അങ്ങനെ ഒരുപാട് എരിയാനും പാടില്ല. ആ ഒരു ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുത്താൽ പാസ്ത റെഡി ആയിട്ടാണ്. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ 2 പാത്രത്തിൽ ചിക്കന് കുക്ക് ചെയ്യാനും പാസ്ത വേവിക്കാനും വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ഒരു പാസ്ത വീറ്റാണ്, 0% മൈദ എന്നാണ് പാക്കറ്റിൻ്റെ പുറത്തുള്ളത്. ഇനി മൈദയിലുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധികവും വീറ്റിൻ്റെ തന്നെയാണ് മക്രൂണിയും പാസ്തയും എല്ലാം വാങ്ങൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഫുഡായിട്ടാണ് എനിക്ക് തോന്നൽ. പിന്നെ വേറെ അസുഖങ്ങളെല്ലാം ഇല്ലവർക്കൊന്നും പറ്റില്ല. അപ്പോൾ പാല് ചീസ് എല്ലാം കഴിച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും പറ്റില്ല. അല്ലാത്തവർക്കെല്ലാം നല്ല തന്നെയാണ്. പിന്നെ ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ എല്ലാവരും കൂടെ കഴിക്കലാണ്. അപ്പോൾ ഇക്കാക്ക് എവിടെ പോകാനുണ്ടായിനി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് പോയിനി. ഇനിയിപ്പോൾ നമ്മൾ 3 നമ്മൾ 3 ഇതുപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കലാണ്. അപ്പോൾ അധികം ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കൽ. ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കൽ കുറവ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പാസ്ത തന്നെ കഴിച്ചിട്ടുണ്ടായിന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ലൊരു 12 മണി എല്ലാം ആയിട്ടുണ്ടായിന്. ഇതിപ്പോൾ മോളാണ് കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ മുറ്റത്ത് നല്ലോണം ഇലയുണ്ടാവും കേട്ടോ വീണിട്ട്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തീരെ മുറ്റം അടിക്കാനാവില്ല കേട്ടോ. ഇപ്പം തീരെ അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അടിച്ചാൽ തന്നെ ഞാൻ പിന്നെ ഒരാഴ്ചത്തേക്ക് കിടപ്പിലാവും. അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചേച്ചി വരലുണ്ട് മുറ്റം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടുണ്ട് കേട്ടോ ചുറ്റും അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ചേച്ചി വന്നിട്ട് അടിക്കലാണ്. ഇതിപ്പം കുറച്ച് നാൾ മുമ്പേ എടുത്ത വീഡിയോ ആണ്. ആ ഒരു ടൈമിൽ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ നാളായി ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഇടാത്തത്. ഷോർട്ട് വീഡിയോ ഇടലുണ്ട്. നല്ല ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയലുണ്ട്. ആഴ്ചയിൽ ഒരു 2 വീഡിയോയിൽ ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ ബാക്ക് പെയിൻ ഇല്ലത് കൊണ്ടാണ് പറ്റാത്തത്. പിന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അത്ര എനിക്ക് ഒരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അതാണ് ഷോർട്ട് വീഡിയോ ഇടുന്നത്. ഇത് വേറൊരു ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പുറത്ത് പോയതാണ്. ഉച്ചക്കത്തെ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയ സമയത്ത് പേഴ്സണലായിട്ടും വാട്സപ്പിലും കുറച്ച് പേര് എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിന്, നിങ്ങൾ അങ്ങനെ അവിടെ വരുന്നത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തായാലും കാണാൻ വരുമായിരുന്നു എന്നൊക്കെ. സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും സന്തോഷം തോന്നിയിട്ട് ആ കമൻറ്റ് കണ്ടപ്പോൾ. പേഴ്സണലായിട്ടും കുറേ പേര് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ആരും. പക്ഷേ എനിക്ക് അങ്ങനെ ആ കമൻറ്റ് ഒരാൾ മാത്രമല്ല കുറേ പേര് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇത് തളിപ്പറമ്പിൽ കഞ്ഞി ഹട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ളവരാണ് നമ്മളെല്ലാം. അപ്പോൾ നിങ്ങൾ അവിടെ വരുന്നറിഞ്ഞെങ്കിൽ എന്തായാലും കാണാൻ വരുമായിരുന്നു എന്ന് പേഴ്സണലായിട്ടും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി അങ്ങനെ അങ്ങോട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിന്. കഞ്ഞിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് കുറേ പേരൊന്നും കമൻറ്റ് ചെയ്യലില്ല. എനിക്ക് ലോങ് വീഡിയോ ഇടുമ്പോൾ പിന്നെയും കുറേ പേര് കമൻറ്റ് ചെയ്യലുണ്ട്. അവരൊന്ന് ഷോർട്ട് വീഡിയോ ഇട്ടാൽ കാണലുണ്ടാവും, പക്ഷേ കമൻറ്റ് ചെയ്യലില്ല. അപ്പോൾ ലോങ് വീഡിയോ ഇടുന്ന പോലെ തന്നെയാണ് ഷോർട്ട് വീഡിയോക്കും ചിലപ്പോൾ ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെ ഇടുന്നത്. അല്ലെങ്കിൽ ടൈം ഇല്ലാത്ത സമയത്തും പിന്നെ ഞാൻ മ്യൂസിക് കൊടുത്തിട്ടെല്ലാം ഇടലുണ്ട്. അപ്പോൾ എന്തായിട്ടാലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ ആണ് വീണ്ടും വീഡിയോസ് ഇടാനും എല്ലാം തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷോർട്ടായാലും ലോങ് ആയാലും കമൻറ്റ് ഇടണം കേട്ടോ. സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ കമൻറ്റ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും. നിങ്ങളുടെ എല്ലാ പേര് ആ ഐ ഡിയിൽ
കമൻറ്റിൽ കൊടുത്ത പേര് എന്തായാലും എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങളുടെ കമൻറ്റ് ഉണ്ടോയെന്ന് എന്തായാലും പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് പേരൊന്നും ഇടലില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മൾ പോയത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ്. ഏഷ്യയിൽ തന്നെ ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചല്ലേ. ഇവിടെ എപ്പോഴും വരണം എന്ന് വിചാരിക്കും, പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ ബീച്ചിൻ്റെ സൈഡിലേക്ക് കൂടെ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അധികവും ബീച്ചിൽ പോയാൽ നടക്കലും പിന്നെ കാറ്റുകൊള്ളലും പിന്നെ വെള്ളത്തിലിങ്ങനെ കൊള്ളലും അങ്ങനെയല്ലേ. ഇത് ഡ്രൈവ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ടായി. ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കാം. അപ്പോൾ കുറച്ച് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് മടങ്ങി വന്നിന് ഓപ്പൺ ആയിട്ടില്ലാന്ന്. നമ്മൾ കണ്ണൂർ ജില്ലയിലായാലും ഈ ഒരു സ്ഥലം നമുക്കൊരു കുറച്ച് ദൂരം തന്നെയാണ്. അധികം എനിക്ക് ബീച്ചിൽ പോകാൻ നല്ല മടിയാണ്. എന്താ വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ടാവും. ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും പോകാനാണ് തോന്നുന്നത്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം ഐസ്ക്രീം അതുപോലത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം സാധാ ബീച്ചിൻ്റെ സൈഡിലുണ്ടാകുന്ന എല്ലാ സാധനവും ഉണ്ട് കേട്ടോ കഴിക്കാനെല്ലാം. പിന്നെ ഐസ്ക്രീം സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫ്ലേവർ വരുന്ന ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ അധികം വാങ്ങൽ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കിയൊന്നും വലിയൊരു ഇഷ്ടമല്ല. കുട്ടികൾക്ക് സ്പാനിഷ് നല്ല ഇഷ്ടമാണ്, എന്നാലും അവർ ചോക്ലേറ്റും വേറെ ഫ്ലേവേഴ്സ് എല്ലാം വാങ്ങും. പക്ഷെ ഞാൻ ഇത് മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. സ്പാനിഷ് എന്നാ നമ്മൾ വന്ന സമയത്ത് കുറച്ച് വണ്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പാടെ തന്നെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ കുറേ റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയും കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്പീഡിലെടുക്കാൻ പറ്റി. ബീച്ചിൽ നമ്മൾ കുറേ സമയം ഉണ്ടായിന്. കുറച്ച് സമയം ഡ്രൈവ് ചെയ്ത് അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് അങ്ങനെ വൈകുന്നേരമായിന് കേട്ടോ അവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അത്രയും നല്ല രസം ഉണ്ടായിന് കേട്ടോ. പിന്നെ നമ്മളൊരു വൈകുന്നേരമായ സമയത്താണ് കണ്ണൂരുള്ള സെക്കൂറ മാളിലേക്ക് പോയത്. അവിടെയും കുറച്ച് സമയം ഉണ്ടായിന്. പിന്നെ രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടാലും കമൻറ്റ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കും. പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ആയിട്ട് വരാൻ നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പീസ് വ്ളോഗ്സായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.